വളരെ പ്രധാനപ്പെട്ട ഒപ്പം സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പുലർച്ചെ സേലത്ത് വച്ചായിരുന്നു അപകടത്തിൽ ഷൈനിന്റെ അച്ഛൻ ചാക്കോ മരണപ്പെട്ടു. അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. സഹിൻ ആന്റണിയുടെ സഹിൻ, ഈ സങ്കടകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ അച്ഛൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷൈന് പരിക്കുണ്ടോ? പരിക്ക് എങ്ങനെയാണ്? ഒപ്പം ഈ അപകടം എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? സേതു, ഇന്ന് പുലർച്ചെയാണ് സേലത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടത്. കാറിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഷൈൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ്, പാച്ചു എന്ന് വിളിക്കുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഷൈൻ ഉണ്ടായിരുന്നു, ഷൈൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതിൽ അപകടത്തിൽ ഷൈൻ്റെ പിതാവ് മരണപ്പെട്ടു. ചാക്കോ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷൈൻ്റെ കൈക്ക് ഗുരുതരമായ ഒടിവുണ്ട്. അത് ശസ്ത്രക്രിയ ആവശ്യമാണ്. സേലത്ത് തന്നെ ധർമ്മപുരി ആശുപത്രിയിലായിരിക്കും ശസ്ത്രക്രിയ നടക്കുകയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അമ്മയ്ക്കും പരിക്കുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റിനും കാര്യമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായിരുന്നു. ഈ സമയത്താണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ചികിത്സ പൈങ്കുളത്തേക്ക് മാറ്റിയിരുന്നു. അവിടെ 15 ദിവസത്തോളം അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് നേരത്തെ തന്നെ അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു ആദ്യഘട്ട ചികിത്സ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 2.5 ലക്ഷം രൂപയോളം ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സ പൂർണ്ണമാക്കാം എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഫർദർ, അതായത് കൂടുതലായിട്ടുള്ള ഒരു ചികിത്സ കൂടി എടുക്കാമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഇന്ന് അവർ ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. അച്ഛനും അമ്മയും ഒപ്പം ഡ്രൈവറും, അങ്ങനെ 4 പേരായിരുന്നോ വാഹനത്തിൽ? ഒപ്പം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റ് പാച്ചുവും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേര് വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യഘട്ട വിവരമാണിതെല്ലാം. അപ്പോൾ ആ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നോവയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം. ഇതിലുണ്ടായിരുന്ന ഷൈൻ്റെ പിതാവ് തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഷൈൻ്റെ കൈക്ക് ഒടിവുണ്ട്. ആ കൈക്ക് ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമ്മയ്ക്കും പരിക്കുണ്ട്. വാഹനം ഓടിച്ചിരുന്ന ഈ പേഴ്സണൽ അസിസ്റ്റന്റിനും ഗുരുതരമായ പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സേലത്ത് നിന്നും ബംഗളൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈന് ഒരു ചികിത്സ ഉണ്ടായിരുന്നു. അദ്ദേഹം ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ നേടിയിരുന്നു. ആ ചികിത്സയുടെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കാരണം ബംഗളൂരിലായിരുന്നു ആ ചികിത്സ അദ്ദേഹം നേടിയിരുന്നത്. കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ച ചികിത്സ ബംഗളൂരിൽ ലഹരി വിമുക്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ ചികിത്സ തെരഞ്ഞെടുത്തത്. ആദ്യഘട്ട ചികിത്സയും ബംഗളൂരുവിൽ നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് വരേണ്ടി വന്നു. ആലപ്പുഴയിലാണ് അദ്ദേഹം വരേണ്ടി വന്നത്. അത് എക്സൈസ് ഉദ്യോഗസ്ഥർ വിളിച്ചത് പ്രകാരമാണ് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നത്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയും പിന്നീട് ചികിത്സ പൈങ്കുളത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അവിടുത്തെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് അദ്ദേഹം ബംഗളൂരുവിൽ എന്തായാലും പണം നൽകിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ചികിത്സ പൂർത്തീകരിച്ചേക്കാമെന്ന് കരുതി കുടുംബത്തോടൊപ്പം അവർ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് യാത്ര തിരിച്ചത്. ഇന്ന് പുലർച്ചെ സേലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി അപകടത്തിൽപ്പെടുകയായിരുന്നു. സേതു, ഈ പ്രാഥമിക വിവരങ്ങളാണെങ്കിൽ കൂടി ഈ സഹിൻ ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ ഈ സേലത്തെ തന്നെ ഹോസ്പിറ്റലിലാണോ? അതെ, ധർമ്മപുരിയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ശസ്ത്രക്രിയ ആവശ്യമായി വരും. ആ ശസ്ത്രക്രിയക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷൈൻ്റെ കൈക്ക് ഗുരുതരമായ ഒടിവുണ്ട്. ഒപ്പം തന്നെ മാതാവിന് പരിക്കുണ്ട്. ഷൈൻ്റെ കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റിന് പരിക്കുണ്ട്. പിതാവ് മരണപ്പെടുകയും ചെയ്തു. അപകടത്തിൽ തൽക്ഷണം അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. കാറ് അപകടത്തിൽപ്പെട്ടതോടുകൂടി ഈ കാറ് വട്ടം കറങ്ങി എന്നുള്ളതാണ് നമ്മൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇതെല്ലാം. അതിലുണ്ടായിരുന്ന ആളുകൾ പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ ഷൈൻ്റെ ശസ്ത്രക്രിയക്കായി ഷൈനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി സഹിൻ, ഈ പറഞ്ഞ പോലെ ഒരു സങ്കടകരമായ വാർത്തയാണ്. നടൻ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. സേലത്ത് വെച്ചായിരുന്നു അപകടം. നമ്മൾ ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതിലെ ഏറ്റവും സങ്കടകരം എന്ന് വെച്ചാൽ ഷൈൻ്റെ അച്ഛൻ തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ്. ഷൈനിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹം
ഒരു ഇമ്മീഡിയറ്റ് സർജറി വേണം എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്.